ഇതിനൊക്കെ വേണ്ടി എങ്ങനെ സമയം നീക്കി വെക്കാൻ പറ്റുമെന്നുള്ളതാണ് അതൊരു ചോദ്യമുണ്ട്. പക്ഷെ അതിൽ പിന്നെ ഞാൻ താരതമ്യപ്പെടുത്തല്ലേ, ഇപ്പം ഡൽഹിയിലുള്ള പ്രകാശും സീതാറാമും സ്പോർട്സ് ഫോളോ ചെയ്യുന്നവരാണ്. എന്നെപ്പോലെ രാത്രി ഇരുന്നവർ കാണില്ല, പക്ഷേ വാർത്തയെല്ലാം കാണും. ഞങ്ങൾ കാണുമ്പോൾ ചർച്ച ചെയ്യും, തലേ ദിവസം നടന്ന കളി ഓരോന്നും ചർച്ച ചെയ്യും. ഇപ്പം എനിക്ക് യഥാർത്ഥത്തിൽ പലതിനും വേണ്ടി ഒരുപാട് സമയം നീക്കി വെക്കേണ്ടതില്ല. അതിലൊരു കാരണം, മെസ്സി ഇപ്പോൾ യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നില്ല. അപ്പം മെസ്സിയുടെ കളി ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല, അതുകൊണ്ട് പിന്നെ കാണേണ്ട കാര്യമില്ല. പിന്നെ ടെന്നീസ് കണ്ടേ പറ്റൂ എനിക്ക്. പക്ഷെ ടെന്നീസ് എനിക്കിപ്പോൾ കാണേണ്ട ആവശ്യമില്ല, കാര്യം ഫെഡറർ റിട്ടയർ ചെയ്തു. കാര്യം ഫെഡറർ കളിക്കാതെ ടെന്നീസ് കാണേണ്ട കാര്യമില്ല. ഫുട്ബോളിൽ നിന്ന് ടെന്നീസ് റിട്ടയർ ചെയ്തു ഇല്ല. ഞാൻ ഇതിൻ്റെ എല്ലാം ഡെവലപ്മെൻറ്റ്സ് ഹൈലൈറ്റ്സ് നമുക്ക് കാണാം യൂട്യൂബിൽ, വാർത്ത കാണാം, അതിലേ ഉള്ളൂ. കളി മുഴുവൻ ഇരുന്ന് കാണുക എന്നുള്ളത്. ഈ പ്രിയപ്പെട്ട കളിക്കാരില്ലേ, ടെന്നീസിൽ പ്രിയപ്പെട്ട കളിക്കാരില്ലേ, ഫുട്ബോളിൽ പ്രിയപ്പെട്ട കളിക്കാർ? നമ്മൾ ഇപ്പോൾ ചിലതിൽ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ, റോജർ ഫെഡററുടെ ടെന്നീസ് കളിയിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പം റോജർ ഫെഡററേക്കാളും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ജോക്കോവിക്കും നഡാലും നേടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ശരിക്കും അറിയാവുന്നവരോട് ചോദിച്ചാൽ, സോറി അങ്ങനെ പറയുന്നതിനകത്ത് ഒരു എസ്തറ്റിക്സ് വേണം കളിയിൽ. ഈ ടെന്നീസിലെ ഈ 3 പേരുടെയും കളിയെ ഇംഗ്ലീഷിലെ ഒരക്ഷരത്തിൽ സമപ്പിക്കാൻ കഴിയും, പി എന്ന അക്ഷരത്തിൽ. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ളത് ജോക്കോവിക്കാണ്. അദ്ദേഹത്തിൻ്റെ ടെന്നീസ് കളിയെ പിന്നെ വ്യക്തമാക്കാൻ പിയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പെർസിവറൻസാണ്. എന്ത് സംഭവിച്ചാലും ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും. അതൊരു കളിയിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ്, എവിടെയും വേണ്ട ക്വാളിറ്റിയാണ്. നഡാലിൻ്റെ കാര്യത്തിൽ പി എന്താണ്? പവർ ആൻഡ് ഫിസിക്കാലിറ്റി, അത് രണ്ടുമാണ്. റോജർ ഫെഡററുടെയോ പൊയട്രി, കവിതയാണ് റോജർ ഫെഡററുടെ ടെന്നീസ്. അതാണ് ഇത് തമ്മിലുള്ള. റോജർ ഫെഡറർ അറിയുന്നോ? CPM ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്.